Hi guys, my name is Prinz. Once again, welcome back to active Prinz Vlogz. So ഞാൻ കുറെ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ചെയ്തതാണ്. ഈ തിങ്കളാഴ്ച അതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വീഡിയോ ആണ്. മൈക്രോമാക്സിന്റെ ഫോണിന്റെ പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചയോളമായി ഞാൻ വീഡിയോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ കുറച്ച് ഫ്രീ ആണെന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാന്ന് വെച്ചു. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മിക്കവർക്കും സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് ഒരു മിത്തുകൾ ഉണ്ടാവും. മിത്തുകൾ എന്ന് പറഞ്ഞാൽ ചില തെറ്റിദ്ധാരണകൾ. ഇപ്പൊ സ്മാർട്ട് ഫോൺ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. സോ കുറെ പേര് എന്നോട് ചോദിക്കും അങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും ചോദിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തുവിടാന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് എത്തിയത്, ഈ കണ്ടന്റിലേക്ക് എത്തിയത്. സോ അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഒരു 10-15 മിത്തുകളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോ നോക്കാം. സോ അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ അടിയിലൂടെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിൽ ലൈക്ക് ബട്ടൺ ഞെക്കി എന്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് പോകാവൂ. ഒപ്പം തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ മിത്തിലേക്ക് പോവാം. ആദ്യത്തെ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ് ഈ മിത്ത് എന്ന് പറയുന്നത്. തെറ്റിദ്ധാരണയാണ്, ഈ ശരിക്കും തെറ്റിദ്ധാരണയാണ്. റേഡിയേഷനെ കുറിച്ചാണ് ഈ സംശയം ഉള്ളത്. സോ ഈ റേഡിയേഷൻ കൂടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ അതാണ് കൂടുതൽ ചോദിക്കുക. റേഡിയേഷൻ കുറഞ്ഞ ഫോൺ മതി, റേഡിയേഷൻ കുറഞ്ഞ അതേ റേഡിയേഷൻ കൂടുതലുള്ള ഫോൺ വേണ്ട, അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു ഫോണും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു ഫോണും ഒരു നിശ്ചിത അളവുണ്ട് റേഡിയേഷൻ. ഇപ്പൊ ഇന്ത്യയിൽ നിശ്ചയിച്ചിട്ടുള്ള റേഡിയേഷൻ അളവ് പറയുന്നത് 1.6 ആണ്. സോ ജർമ്മനിയിൽ അവിടെ ഏറ്റവും യൂറോപ്പ് ഏതോ രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 3 ആണ് അതിന്റെ അളവ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു ഫോണും ഹൈ റേഡിയേഷൻ ഉള്ള ഫോണ് അവർ ഇറക്കാറില്ല. ഇപ്പം 1.6 ആണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്, മാക്സിമം പോവാത്തേ പാടുള്ളൂ. സോ അതിനെക്കാണ്ട് 1.6 കുറവായിരിക്കും എപ്പോഴും നമ്മളെ ഇന്ത്യയിലെ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ അതിനുണ്ടായിരിക്കുക. സോ അതിനെ കൂടുതൽ കവിച്ചിട്ട് ഒരിക്കലും ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സമ്മതിക്കൂല അങ്ങനത്തെ സ്മാർട്ട് ഫോൺ. സോ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു പേടിയും വേണ്ട. നമ്മളിപ്പോ പുറത്തൊക്കെ ഇറങ്ങിയ ഫുള്ള് റേഡിയേഷൻ ആണ്, ടവർന്ന് റേഡിയേഷൻ, കുറെ ഫോൺസ് ഉണ്ടാവും. ആ ഫോൺസിന്റെ ഒക്കെ ഒട്ടേറെ റേഡിയേഷൻ നമ്മൾ എടുക്കുന്നുണ്ടാവും. സോ നമ്മൾ ഒരു ഫോൺ കൊണ്ട് റേഡിയേഷൻ കുറഞ്ഞ ഫോൺ മേടിച്ച് കാര്യമില്ല. കുഴപ്പം പുറത്തിറങ്ങിയ ഫുള്ള് റേഡിയേഷൻ, ഞാൻ പറഞ്ഞു ഫുള്ള് റേഡിയേഷൻ ആണ്. പലർക്കും ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കുറഞ്ഞ റേഡിയേഷൻ ഉള്ള ഫോണ് ആണ് മനുഷ്യ ശരീരത്തിന് നല്ലതെന്ന്. സോ അടുത്ത നമുക്ക് രണ്ടാമത്തെ മിത്തിലേക്ക് പോവാം. രണ്ടാമത്തെ മിത്താണ്, നമ്മൾ ബ്രൗസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്രോമിലോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ബ്രൗസറിൽ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് പറഞ്ഞ സംഭവം ഉണ്ട്. സോ ഈ ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒന്നും നിങ്ങൾ സേവ് ആവില്ല, അല്ലെങ്കിൽ അവിടെ സേവ് ആവില്ല എന്നാണ്. നിങ്ങൾക്ക് എന്ത് വേണം സെർച്ച് ചെയ്യാം, അതൊന്നും ആരും കാണില്ല, അങ്ങനത്തെ വിചാരിച്ചിട്ടാണ് ഇഗ്നോഗ്നിറ്റോ മോഡ് ഉപയോഗിച്ചിട്ട് പലരും സെർച്ച് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധാരണയുണ്ട് ഈ സംഭവത്തെ കുറിച്ച്. ഇഗ്നോഗ്നിറ്റോ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ല. ശരിക്കും നമ്മൾ കൊക്കീസ് ഒക്കെ ഉണ്ടാവും. കൊക്കീസ് ആ തിന്നുന്ന കൊക്കീസ് അല്ല, ഇങ്ങനെ കൊക്കീസ് ആണ് നമ്മൾ ഇൻഫോർമേഷൻ, നമ്മളെ ചെറിയ ഇൻഫോർമേഷൻ ഡാറ്റ ഒക്കെ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പേഴ്സണലൈസ്ഡ് ആഡ്സും ഒക്കെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കുക്കീസ് ചോദിക്കും അല്ലെങ്കിൽ ഡാറ്റ ചോദിക്കും. അതിനാണ് ഈ കൊക്കീസ് ഒക്കെ പറയുന്നത്. അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻകോഗ്നിറ്റോ മോഡ് പറയുന്നത്. സോ ഇത് മാത്രമേ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ. സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് ഓണാക്കിയിട്ട് എന്ത് വേണം സെർച്ച് ചെയ്യാം, അതൊന്നും ആരും കാണില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അത് ISP, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും അത് നിങ്ങൾ അതിൽ സേവ് ആയി കിടക്കും. അത് നിങ്ങൾ ഹിസ്റ്ററി പോയി നോക്കിയാലും വന്ന് കാണാൻ സാധിക്കും. സോ ഇഗ്നോഗ്നേറ്റോ മോഡ് ഉപയോഗിച്ചിട്ട് എന്ത് സെർച്ച് ചെയ്താൽ ആരും കാണില്ല, അങ്ങനെ സേവ് ആവില്ല പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും, അതൊരു പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഇഗ്നോഗ്നേറ്റോ മോഡിനെ സംബന്ധിച്ചുള്ളത്. സോ അടുത്തത് മൂന്നാമത്തെ മിത്തിലേക്ക് പോവാം. മൂന്നാമത്തെ മിത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഓവർനൈറ്റ് ചാർജിങ്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ചാർജ് കുത്തിട്ട് രാവിലെ എണീറ്റിട്ട് ഓഫ് ആക്കുന്ന പരിപാടി ഉണ്ട്. സോ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ബാറ്ററിക്ക് ഫോണിന് കേടാന്ന് പറയുന്ന കുറെ പേരുണ്ട്. സോ അത് തികച്ചും തെറ്റായ ധാരണയാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസിലൊക്കെ സ്മാർട്ട് ബാറ്ററികളാണ് ഉണ്ടാവുക. സ്മാർട്ട് ഫോണിൽ തന്നെ സ്മാർട്ട് തന്നെ അതിന്റെ പേരുണ്ട്. സോ ഇപ്പൊ 100% ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുണ്ട്, അത് നിങ്ങൾ അറിയുന്നില്ല. സോ ഇപ്പോ 100%
ഒരു ചാർജ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതാണ് ചാർജ്, പിന്നെ ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ് ചെയ്യുകയില്ല. സോ ഇത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. സോ അത് ആരും പ്രിഫർ ചെയ്യാറില്ല സാധാരണ ഇങ്ങനെ രാത്രി കുറെ നേരം ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർനൈറ്റ് ചാർജിങ് ആരും പ്രിഫർ ചെയ്യാറില്ല. എന്നാലും അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാലും അറിയാതെ ഇപ്പൊ ഇവിടെ കുത്തിയിട്ടിട്ട് പിന്നെ ഉറക്കം വരുമ്പോ എണീറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ മറന്നു പോയിട്ട് രാവിലെ എണീറ്റ് ഓഫ് ആക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സോ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ അടുത്ത നാലാമത്തെ മിത്ത് നോക്കിയാൽ ഇത് പലർക്കും ഉള്ള സംശയമാണ്, ബ്ലാസ്റ്റിംഗ് ഫോൺസ്. സോ ഫോണുകൾ ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്നു, അങ്ങനെ ചാർജിൽ ഇട്ടുകൊണ്ട് കോള് അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ ബ്ലാസ്റ്റ് ആയി പോകുന്നു, അതൊക്കെ അങ്ങനത്തെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. സോ കുറെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സംഭവങ്ങളൊക്കെ, ഇൻസിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താൽ ഒരിക്കലും സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കില്ല, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യില്ല. സോ പൊട്ടിത്തെറിക്കാം. എന്ത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന ചാർജർ ഇല്ല, അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ആ ബ്രാൻഡിന്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ 100 രൂപയ്ക്ക് 200 രൂപ കിട്ടുന്നൊക്കെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കാം അത് അതിന്റെ സർക്യൂട്ട് ഒന്നും അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, അതിന് കറക്റ്റ് ആയിട്ട് നല്ലതായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ഒന്നും അത്ര കണ്ടിട്ടുണ്ടാവില്ല. സോ അപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ചാർജർ മേടിച്ച ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് ചാർജർ മേടിച്ചാൽ നിങ്ങൾക്ക് അതിന് പേടി വേണ്ട, നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്മാർട്ട് ഫോൺ ബാറ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫാസ്റ്റായി ചാർജ് ചെയ്യേണ്ട ടിപ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. സോ ഫാസ്റ്റായി ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യുമ്പോൾ അത് സ്ലോ ആയി പോകും. സോ അല്ലാതെ ബ്ലാസ്റ്റ് ആയി പോകും, അങ്ങനെ ഫോണിന് കുഴപ്പമാകും, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്താൽ. സോ അഞ്ചാമത്തെ മിത്താണ്, ഇതാണ് മോനെ ഏറ്റവും വലുത്, പലർക്കും മിക്ക ആൾക്കാർക്കും ഉള്ള സംശയമായിരിക്കും ഇത്. ഇപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മിന്നലൊക്കെ ഉള്ള സമയത്ത് ഫോൺ യൂസ് ചെയ്താൽ നമ്മളെ ഫോൺ ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. ഇതെന്തൊരു മണ്ടത്തരാന്നറിയത്. ഇത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ചാർജിലായിട്ടായിരിക്കും ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇടിമിന്നലുള്ള സമയത്ത്, അല്ലെങ്കിൽ അയാൾ പുറത്തായിരിക്കും അയാൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ പുറത്ത് പോയിട്ട് ഫോൺ യൂസ് ചെയ്താലും ഇടിമിന്നൽ നേരെ നിങ്ങളുടെ ഫോണിലേക്ക് കേൾക്കുക, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ശരിക്കും നോക്കിയാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇടിമിന്നൽ വെട്ടുമ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഇടിമിന്നലുള്ള സമയത്ത് അല്ല മഴ പെയ്യുന്ന സമയത്തൊന്നും ഫോൺ യൂസ് ചെയ്യരുതെന്ന് ആരും പറയുന്നില്ല. ഫോൺ യൂസ് ചെയ്യാം, പക്ഷെ അത് ചാർജറിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എവിടെയും കുത്തിയിട്ടുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തരുത്. അപ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുക. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇടിമിന്നൽ ഉള്ളപ്പോൾ ഫോൺ യൂസ് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ആറാമത്തെ മിത്തിലേക്ക് പോയാൽ ഇതും ചിലവർ ചെയ്യുന്ന പണിയാണ്. അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അപ്ഡേറ്റ് ചിലവർ വന്നുകൊണ്ട് തന്നെ എടുത്ത് ചാടി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യാത്തതേ ഉണ്ടാവും, വന്നാലും ഒരിക്കലും ചെയ്യാത്തവരായിട്ടുണ്ടാവും. സോ ഇത് രണ്ടും ചെയ്യുന്നത് തെറ്റാണ്. സോ ഇപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ എടുത്ത് ചാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ചിലപ്പോ ഏതെങ്കിലും ബഗ്സ് കൊണ്ടായിരിക്കും ആ അപ്ഡേറ്റ് വരുന്നത്. നിങ്ങളുടെ ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഫോൺ യൂസ് ചെയ്ത് ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫോൺ ഭയങ്കര ലാഗ് ആയിട്ട് തോന്നും. സോ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു അപ്ഡേറ്റ് വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ അപ്ഡേറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ ഒന്നും ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറെ ഫീച്ചേഴ്സും പിന്നെ സെക്യൂരിറ്റിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിന് കൂടുതൽ സെക്യൂരിറ്റി ലഭിക്കുന്നതാണ്. സോ നിങ്ങളുടെ ഫോണ് വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യരുത്, പക്ഷെ അപ്ഡേറ്റ് ചെയ്യാതെയും ഇരിക്കരുത്. സോ അടുത്ത മിത്ത് നല്ല രസകരമാണ്. സോ പലരും ഇപ്പോഴും ചെയ്യുന്ന പണികളാണ് ബാറ്ററി ചാർജിങ്. സോ ഈ ബാറ്ററി ചാർജിങ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കാണാവുന്നതാണ്. സോ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചാർജ് ചെയ്യാനും പിന്നെ ബാറ്ററി കുറയ്ക്കാനുള്ള കുറെ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ ഐ ബട്ടണിൽ ഇട്ടതും, കാണാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോകളൊക്കെ കണ്ടുപോയി നോക്കുക. നമ്മളെ സ്മാർട്ട് ഫോൺ ഒക്കെ ചാർജ് ചെയ്യുന്നത് 0% ആയിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതേപോലെ തന്നെ 100% എത്താതെ നിങ്ങൾ ഒരിക്കൽ ചാർജിൽ നിന്ന് ഊരരുത് എന്നൊക്കെ പറയാറുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ ബാറ്ററികളുണ്ട്.
പണ്ടത്തെ ഫോണിലൊക്കെ വേണ്ടായിരുന്നു, അത് നിക്കൽ കാഡ്മിയം ബാറ്ററികളായിരുന്നു. അതിനൊക്കെ ഫുള്ള് ഡ്രെയിൻ ഔട്ട് ആയിട്ട് മാത്രമേ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ലിത്യം അയോൺ, ലിത്യം പോളിമർ ബാറ്ററി, അങ്ങനത്തെ ഒക്കെ ബാറ്ററികളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അത് നല്ല സ്മാർട്ടായ ബാറ്ററികളാണ്. സോ നിങ്ങൾ ഒരിക്കലും ആ ബാറ്ററികൾ 0% ആവാൻ കാത്തിക്കരുത്. ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം 15% 20% അതുവരെ നിങ്ങളുടെ ഫോൺ എത്തിക്കാൻ പാടുള്ളൂ. അതിന്റെ കുറയാൻ പാടില്ല. ശരിക്കും കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രിഫർ ചെയ്യുന്നത് 15 to 20% ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 80 to 85 അല്ലെങ്കിൽ 90% വരെ മാക്സിമം ചാർജ് ചെയ്യാം. അതിന് കൂടുതൽ ചാർജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചാർജ് ചെയ്തതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളെ ബാറ്ററി കുറച്ച് വീക്കായി തുടങ്ങും അങ്ങനെ ഫുൾ ചാർജ് ചെയ്താലൊക്കെ. 20% 90% ഈ ഇടയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബാറ്ററി കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്നതാണ്. സോ അടുത്ത മിത്താണ് എട്ടാമത്തെ മിത്ത് തന്നെ. നമ്മളുടെ ഫോണിന്റെ ക്യാമറ എങ്ങനെയാണ്, നല്ല ക്യാമറ ആണ് നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക? അതിന്റെ മെഗാ പിക്സൽ നോക്കിയിട്ടല്ലേ? പക്ഷെ മെഗാ പിക്സൽ നോക്കിയിട്ടല്ല ഒരു ക്യാമറനെ നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ക്യാമറ ക്വാളിറ്റി നിർണ്ണയിക്കേണ്ട അതിന്റെ സോഫ്റ്റ്വെയറും പിന്നെ മെഗാ പിക്സലിന്റെ കാര്യമുണ്ട്. പക്ഷെ ഫുള്ള് മെഗാ പിക്സലല്ല ഉള്ളത്, അതിന്റെ ISPയും അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ മിനുക്കലൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ കൂട്ടിയിട്ടാണ് നല്ല സ്മാർട്ട് ഫോൺ ക്യാമറ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് പറയേണ്ടത്. അതായത് മെഗാ പിക്സൽ 64 മെഗാ പിക്സൽ, 198 മെഗാ പിക്സൽ, 48 മെഗാ പിക്സൽ അങ്ങനെ ഒന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ സ്മാർട്ട് ഫോണിനെ നിർണ്ണയിക്കേണ്ടത്. ഇപ്പോഴും ഗൂഗിൾ പിക്സൽ ഫോണുകൾ അല്ലെങ്കിൽ ഐഫോൺ 12 Pro Maxൽ വരെ 12 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മെഗാ പിക്സലിലുള്ള കാര്യമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. സോ ഈ 12 മെഗാ പിക്സലിൽ 12 Pro Maxൽ ഐഫോൺ 12 Pro Maxലാണ് ബെസ്റ്റ് പിക്ചേഴ്സും വീഡിയോസും എടുക്കാൻ സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ്? മെഗാ പിക്സൽ നോക്കിയിട്ടല്ല, അതിന്റെ സോഫ്റ്റ്വെയറും ISP ഒക്കെ നോക്കിയിട്ടാണ് ഒരു ക്യാമറ നല്ല പിക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മെഗാ പിക്സൽ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും സ്മാർട്ട് ഫോൺ ക്യാമറയുടെ ക്വാളിറ്റി നിർണ്ണയിക്കരുത്. സോ അടുത്ത ഞാൻ പറയുമ്പോൾ മിത്തും ഇതേ ഒരു കണക്ട് ചെയ്തിട്ടുള്ള ഒരു മിത്ത് തന്നെയാണ്, നമ്മൾ കൂടുതൽ റാമുള്ള ഫോണുകൾ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് തികച്ചും നിലവാരമില്ലാത്ത സംശയമാണ്. നിങ്ങൾ റാം കൂടുന്നവരും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഫാസ്റ്റർ ആയിട്ടല്ല ഓടുക. ഫാസ്റ്റർ ആയി പോകണമെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നല്ല പ്രൊസസർ ഉണ്ടായിരിക്കണം. നല്ല പ്രൊസസർ ഉണ്ടെങ്കിൽ കുറഞ്ഞ റാം ആണെങ്കിൽ 4GB റാം ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം, നല്ല ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പവർ കുറഞ്ഞ പ്രൊസസർ ഉപയോഗിച്ച് അതിൽ 8GB റാമും 12GB റാം 16GB റാം ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് ഫാസ്റ്റർ ആയിട്ടല്ല, ലാഗ് ആയിട്ടായിരിക്കും. സോ കൂടുതൽ റാം ഉണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ഫോൺ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാം, പക്ഷെ അതിന്റെ കൂടെ നല്ല പ്രൊസസറും കൂടെ ഉണ്ടായിരിക്കണം, എന്നാലുള്ള ഈ റാം കൊണ്ടൊക്കെ കാര്യം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക 6GB റാം 8GB റാം ആണ്. സോ നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നല്ല പ്രൊസസറും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. സോ അത് 10ാമത്തെ മിത്താണ്. 10ാമത്തെ മിത്ത് നോക്കിയാൽ തന്നെ ഇത് കുറെ ആൾക്കാരുടെ ഒരു സംശയമാണ്. വാട്ടർ പ്രൂഫ്, എന്റെ ഫോൺ വാട്ടർ പ്രൂഫ് ആണ്, IP68 റേറ്റിംഗ് ഉണ്ട് എന്റെ ഫോണിൽ, കണ്ടില്ലേ? IP68 റേറ്റിംഗ്, IP52 റേറ്റിംഗ് അങ്ങനെ പറയുന്നവരൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയില്ല. സോ ഈ സംഭവങ്ങളൊക്കെ IP68 റേറ്റിംഗ് ഒക്കെ നൽകിയ ഒരു ഫോൺ നൽകുന്നതെന്ന് വെച്ചാൽ അവർ ലാബിൽ മിനറലൈസ്ഡ് വാട്ടർ ആയിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ടാണ് അവർ ഇതിനെ പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോ ചളിവെള്ളത്തിൽ വീണാലും ചായ പറഞ്ഞാലും കൂൾ ഡ്രിങ്ക്സിലൊക്കെ വീണാലൊക്കെ നിങ്ങളുടെ ഫോൺ എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീട് കളിച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അടിച്ചു പോകുന്നതാണ്. അല്ലാതെ നിങ്ങൾ മിനറലൈസ്ഡ് വാട്ടറിലൊക്കെ മുക്കിയിട്ടാലൊന്നും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാധാ വെള്ളത്തിലൊക്കെ നമ്മൾ പ്യുവർ വാട്ടർ എന്നൊക്കെ പറയുന്നത് ആ വെള്ളത്തിലൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ അടിച്ചു പോകും, തീർച്ചയാണ്. സോ അത്ര ഹൈ എൻഡ് ഫോണൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നില്ല. എന്നാലും അങ്ങനെയുള്ളൂ നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫോണൊക്കെ. വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അത്യാവശ്യം വെള്ളം മഴത്തുള്ളി വീണാലൊന്നും കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിങ്ങളുടെ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അടിച്ചു പോകും, അതിനൊരു യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനറലൈസ്ഡ് വാട്ടർ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഫോണൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നോക്കിയിട്ടാണ് ഇവർ IP68 റേറ്റിംഗ് IP52 റേറ്റിംഗ് ഒക്കെ ഓരോ സ്മാർട്ട് ഫോണുകൾ നൽകുന്നത്. സോ 11ാമത്തെ സ്മാർട്ട് ഫോൺ മിത്ത് നോക്കിയാൽ പെട്രോൾ പമ്പിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ നമ്മളെ ഫോൺ ബ്ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതും നിലവാരമില്ലാത്ത സംശയമാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ ഒരിടത്തും നിങ്ങൾ ഈ ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യാൻ കാണുന്നില്ല. പക്ഷെ ചില ഏതോ ഉണ്ടായിരുന്നു അങ്ങനെ
പെട്രോൾ പമ്പ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് നോക്കിയാൽ ആള് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്രോൾ പമ്പ് ബ്ലാസ്റ്റ് ചെയ്തതെന്നൊക്കെ. അതുകൊണ്ടാണ് ഈ ഫോൺ യൂസ് ചെയ്ത പെട്രോൾ പമ്പ് യൂസ് ചെയ്ത ബ്ലാസ്റ്റ് ആവും എന്നൊക്കെ പറയുന്നത്. സോ ഇത് നിലവാരമില്ലാത്ത സംശയമാണ്. നിങ്ങളുടെ ഫോൺ പെട്രോൾ പമ്പ് വെച്ച് യൂസ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അതൊക്കെ എന്തോ കോയിൻസിഡൻസ് ആയി സംഭവിച്ചു. ആ ബ്ലാസ്റ്റ് ചെയ്തപ്പോ ആരെ ഫോൺ വിളിക്കുന്ന വെച്ചിട്ട് അത് തെളിയിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല ഫോണ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ബ്ലാസ്റ്റ് ചെയ്തതെന്ന്. സോ ഞാൻ പറയാം, പെട്രോൾ പമ്പിൽ ഫോൺ യൂസ് ചെയ്താലും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സോ അടുത്ത 12ാമത്തെ ടിപ്പാണ്. 12ാമത്തെ ടിപ്പ് നോക്കിയാൽ നമ്മളുടെ റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് കുറച്ച് നല്ല സുഖകരമായ രീതിയിൽ നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ഫോൺ കുറച്ച് ഫ്രീ ആയി നിൽക്കും. ഇത് തെറ്റാണ് മക്കളെ. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഞാൻ കുറെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ബാറ്ററി ഡ്രെയിനിങ്ങും അങ്ങനത്തെ ബാറ്ററി കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോണിലെ റീസെന്റ് ആപ്സ് നിങ്ങൾ ഒരിക്കലും ക്ലോസ് ചെയ്ത് കളയുന്ന മക്കളെ. അത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ലോ ആക്കുകയാണ് ചെയ്യുക. അപ്പൊ ചിലരൊക്കെ പറയുന്നിട്ടോ റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്താൽ ഫോൺ കുറച്ച് ഫ്രീ ആയി, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അത് തെറ്റാണ്. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഒരു ആപ്പ്, റാമിലില്ലാത്ത ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനും റാമിലുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാനും ഡിഫറെന്റ് ചാർജ് ആണ് അത് വലിക്കുന്നത്. റാമിലുള്ള ഒരു ആപ്പ് വലിക്കാൻ അത്ര ബാറ്ററി ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ റാമിലില്ലാത്ത ആപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ബാറ്ററി അത് വലിക്കുന്നതാണ്. റാമിൽ കുറെ ആപ്സ് ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കില്ല. അത് ചിലർ വിചാരിക്കുന്നത് കുറെ ബാറ്ററി അവിടെ വലിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് അത് വർക്ക് ചെയ്തുകൊണ്ട് കുറെ ബാറ്ററി വലിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഒട്ടേറെ ആൾക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ബാറ്ററി കൂടുതൽ വലിക്കുക അങ്ങനെ റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആപ്പ് വീണ്ടും ലോഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നത്. ബാറ്ററി ഡ്രെയിൻ ആവാം അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്പ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മാപ്സ്, ഗൂഗിളിലെ മാപ്സ്, അതൊക്കെ എപ്പോഴും നമ്മളെ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിലിട്ടും ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ആപ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്ലോസ് ചെയ്ത് കളയേണ്ടത്. സോ അങ്ങനത്തെ ആപ്പാണ് ബാറ്ററി ഡ്രെയിൻ ആക്കുക. അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ട് റാമിൽ വെച്ചാലൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. സോ 13ാമത്തെ മിത്ത് നോക്കിയാൽ ഇത് അങ്ങനെ ചെയ്ത് കണ്ടില്ല, എന്നാലും ചില ആൾക്കാർക്ക് സംശയമുണ്ട്. സോ നമ്മളെ സ്മാർട്ട് ഫോൺ അടുത്തൊരു മാഗ്നറ്റ് ഒക്കെ കൊണ്ടുപോയി വെച്ചാല് നമ്മളുടെ സ്മാർട്ട് ഫോണിലെ കോമ്പണന്റിനും അങ്ങനത്തെ അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ പോയി പോകും. അങ്ങനൊക്കെ കുറെ മിത്തുകളൊക്കെ ഇപ്പോഴും നിലവിൽ ആൾക്കാരുടെ ഇടയിലൊക്കെ ഉണ്ട്. അത് തെറ്റായ ധാരണയാണ് ശരിക്കും. അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ അടുത്തൊരു മാഗ്നറ്റ് കൊണ്ടുവച്ചുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ഡാറ്റയും പോവുക, അതേപോലെ ഒരു കമ്പോണന്റും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കേടാവുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൊക്കെ ഇപ്പോൾ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഇയർ പീസിന്റെ അവിടെയും ഇപ്പൊ മെയിൻ സ്പീക്കറിന്റെ അതൊക്കെ മാഗ്നറ്റ് ആണ്. സോ അതുകൊണ്ടൊന്നും എന്താ സംഭവിക്കാത്തത്? സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സ്പീക്കറിലെ മാഗ്നറ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ എപ്പോഴും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുക. സോ അത് അപ്പോഴെന്താ കുഴപ്പമില്ലാത്ത ഇപ്പൊ നിങ്ങൾ മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ എന്താ കുഴപ്പമാവുക? സോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തികച്ചും തെറ്റാണ്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവച്ചാല് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഡാറ്റ പോയി പോകും, അതുപോലെ ഫോണിന് കംപ്ലൈന്റ് ആവും. അങ്ങനെ ഒരു സംഭവമേ ഇതുവരെ നടന്നിട്ടില്ല. സോ 14ാമത്തെ മിത്ത് എന്ന് നോക്കിയാൽ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടാൽ നിങ്ങളുടെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ണിന് കുറച്ചുകൂടെ ആയാസം അല്ലെങ്കിൽ കുറച്ച് കണ്ണിന് നല്ലതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചില സമയത്ത് ഇത് കറക്റ്റ് ആണ്. അത് അനുയോജ്യമായ സമയങ്ങളിൽ മാത്രം. നിങ്ങൾ ഇരുട്ടുള്ള മുറിയിലൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടൊക്കെ യൂസ് ചെയ്യുക, അത് കുഴപ്പമില്ല. അല്ലാതെ നല്ല വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ പുറത്ത് നല്ല വെളിച്ചുള്ള സമയത്തൊക്കെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങൾ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ആവുക ചെയ്യുക. അങ്ങനെ സൂക്ഷിച്ചാലുള്ള എന്താ സംഭവം. സോ നിങ്ങൾ അത് ഓരോ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഫോണിലെ ബ്രൈറ്റ്നെസ് കുറച്ചും കൂട്ടിയും വെക്കാൻ. സോ ഗൈസ് കണ്ടില്ലേ, ഇത്രയും മിത്തുകൾ ഇതൊന്നല്ല, ഇനിയും കുറെ ഉണ്ട്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ സംശയം വരുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് മെയിൻ ടോപ്പ് 15 ആണ് എടുത്തിട്ടുള്ളൂ. ഇനിയും കുറെ മിത്തുകളുണ്ട്, പക്ഷെ അത് അങ്ങനെ കൂടുതൽ ആൾക്കാർ ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു മിത്താണ്. ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള മിത്താണ് ഞാൻ ഇപ്പൊ ഈ 15 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മിത്തുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് സംശയം മാറിയോ എന്നൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചിട്ടേ പോകാവൂ. അതേപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. സോ അതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വരും ദിവസങ്ങൾ കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.